വന്ദേ മാതരം. കുറെ നേരമായിട്ട് ഈ പാട്ട് ലൂപ്പായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കിട്ടിയൊരു മനസമാധാനം ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. ഒരു ന്യൂസ് കേട്ടും കിട്ടിയിട്ടില്ല. ലിറ്ററലി ഗൂസ് പംസ്. രോമൻ നീച്ച് നിന്ന് ഇപ്പോൾ രോമത്തിന് തന്നെ ഇനി എപ്പോൾ നീച്ചിക്കണം എന്നുള്ള അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ലിറ്ററലി നമ്മളെല്ലാവരും സന്തോഷിച്ച ഒരു വാർത്ത ഉണ്ട്. എപ്പോൾ നമ്മൾ തിരിച്ചടിക്കും, എങ്ങനെ തിരിച്ചടിക്കും, അത് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താവും ഇന്ത്യയുടെ തിരിച്ചടി, എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ മാൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലും നല്ലൊരു റിപ്ലൈ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യക്ക് ഈ ഭീകരതയ്ക്കെതിരെ കൊടുക്കാനില്ല. അത്രയും പ്രിസൈസ് ആയിട്ടുള്ളൊരു റിപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്കറിയുന്നത് പോലെ പഹൽഗാമിൽ അവർ നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടക്കിയിട്ട് നമ്മുടെ സഹോദരിമാരോട് പറഞ്ഞു മോദിയോട് പോയിട്ട് പറയാം. ഇതാണ് പറഞ്ഞത്. മോദിയോട് പോയി പറഞ്ഞു. മോദി അത് കേട്ടു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരും വെച്ചു. കയറി അടിച്ചു. അത് ബ്രീഫ് ചെയ്യാൻ വന്നത് വേറെ രണ്ട് പുലിക്കുട്ടികൾ. ഏത് രാജ്യമാണ് ഇത് എന്താണ് ഇത്? ഇന്ത്യ. ലിറ്ററലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൂസ് ബംസ്. രോമം നീച്ച് നിൽക്കുകയാണ് രാജ്യത്തിനെ ആലോചിച്ചിട്ടും പട്ടാളക്കാരാലോചിച്ചിട്ടും. ഹാറ്റ്സ് ഓഫ്. ഇന്ത്യൻ ആർമി ഫുൾ സപ്പോർട്ട്, കംപ്ലീറ്റ് സപ്പോർട്ട്. ഒന്നും പറയാനില്ല. രാജ്യത്തെ പൗരന്മാർക്ക് ഇത്രയും നിങ്ങൾ നമുക്ക് തരുന്നൊരു ഒരു 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 തരം പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിനൊരു 100 ഇരട്ടി റെസ്പെക്റ്റ് ഇന്ത്യൻ ആർമിക്ക് ആസ് എൻ ഇന്ത്യൻ പൗരൻ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. ഫുൾ ഓൺ ഇന്ത്യൻ ആർമിയുടെ ഒപ്പം. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുറേ കാര്യങ്ങളൊന്നും ഒരു ഇൻഡിവിജ്വൽ ചാനൽ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്കിത് പറയാതെ മുന്നോട്ട് ഇനി പോകാനും പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇന്ന് ഞാൻ കണ്ട ഏറ്റവും നല്ല ഫ്രെയിം ഈ കാണുന്നതാണ്. എന്നെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്തൊരു ഫ്രെയിം ഈ ഒരൊറ്റ ഫ്രെയിമാണ് മക്കളെ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിങ് കമാൻഡർ വ്യോമിക സിംഗ് ഒരു സൈഡിൽ, കേണൽ സോഫിയ ഖുറേഷി ഓൺ ദ അതർ ഹാൻഡ്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട്, രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വനിതാ സൈനിക മേധാവിമാർ വന്നിട്ട് ആ ഓപ്പറേഷനെ കുറിച്ച് നറേറ്റ് ചെയ്യാണ് വിത്ത് പ്രൂഫ്, വിത്ത് എവിഡൻസ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറേ എക്സ്പ്ലനേഷൻസ് പല മീഡിയാസിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടേക്കോ കുറേ തകരപ്പാട്ടേൻ്റെ കഷ്ണമൊക്കെ വെച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ മീഡിയാസ് ചോദിക്കുന്ന സമയത്ത് പള്ളിയിലാണ് അക്രമം നടന്നത്, അതുപോലെ മദ്രസയിൽ അക്രമം നടന്നു, അവിടെ കുറേ സിവിലിയൻസ് അവിടെ സീനായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ പോകുന്നത്. വിത്തൗട്ട് എനി ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ടും അതിനകത്ത് അവർക്കില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ അവരുടെ എന്താ പറയുക, ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴയ ഏതൊക്കെയോ വീഡിയോ ക്ലിപ്സും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട് ആ രീതിയിലുള്ളൊരു പരിപാടി അവരുടെ മീഡിയേൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. നമ്മളത് ക്രിസ്റ്റൽ ക്ലിയറാണ്. ഓക്കെ, നമ്മുടെ എമ്മാതിരി എജാതി സാധനോടെ നമ്മൾ വെച്ചത്. നമ്മളൊന്ന് ആലോചിച്ചു. ഇതിലും ക്ലാരിറ്റിയിൽ ഒരു ബ്രീഫിംഗ് ഇല്ല. ഞാനൊരു എന്താ പറയുക, സിനിമയൊക്കെ കാണുന്ന ത്രില്ലിലാണ് ബ്രീഫിംഗ് കണ്ടുകൊണ്ടിരുന്നത്. ബ്രീഫിങ്ങിൻ്റെ ആ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ കിളി പറന്ന്, ലിറ്ററലി പറന്ന്. ആ പേര് വെച്ചത് നരേന്ദ്രമോദിയാണെന്ന് പറയുന്നുണ്ട്. മാൻ ഒന്നും പറയാനില്ല. ക്രിട്ടിസൈസ് ചെയ്യേണ്ട സമയത്ത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഹാറ്റ്സ് ഓഫ്. ആ പേര് വെച്ചത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമിച്ചണ്ണ, ഒന്നും പറയാനില്ല. കാരണം ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു പേര് ആ ഒരു ഓപ്പറേഷനില്ല. ഇതാണ് കറക്റ്റ് സാധനം. അപ്പോൾ നമുക്ക് ആ ബ്രീഫിങ്ങിൻ്റെ ഭാഗമായിട്ട് 2 ലേഡി ഓഫീസേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കിവിടെ ഒന്ന് ഞാൻ വെക്കുന്നുണ്ട്. ഞാനങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വെക്കുന്നില്ല. അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇതൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു വൺ ഓഫ് എ കൈൻഡ് ഗൂസ് പംസ് ആണ്.
ഒരു സിനിമ കണ്ടാലും ഒരു സാധനം കണ്ടാലും കിട്ടാത്ത അത്ര ഒരു 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 കിക്ക്, ഒരു എനർജിയാണ് ഓക്കെ നമുക്ക് തരുന്നത്. സോ ഞാനതിവിടെ പ്ലേ ചെയ്യാം. मैं कर्नल सोफिया कुरैशी और मेरे साथ विंग कमांडर व्योमिका सिंह आज आपको 6 से 7 मई 2025 की रात 1:05 से 1:30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे. ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था. इस कार्रवाई में 9 टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया. पाकिस्तान में पिछले 3 दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा है. इसमें रिक्रूटमेंट, इंडोक्ट्रिनेशन सेंटर्स, ट्रेनिंग एरियाज व लॉन्च पैड शामिल थे जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर POJK दोनों में फैले हैं. Operation Sindoor was launched by Indian Armed Forces to deliver justice to the victims of Pahalgam terror attack and their families. 9 terrorist camps were targeted and successfully destroyed. Over the last 3 decades, Pakistan has systematically built terror infrastructure. It is a complex web of recruitment and indoctrination centers, training areas for initial and refresher courses, and launch pads for handlers. These camps are located both in Pakistan as well as Pakistan-occupied Jammu and Kashmir areas. Some of the well-known training camps are located, as you can see on the screen. They are distributed from Savai Nala in the north, counting to approximately 21, ending at Bhagalpur to the south. A niche technology weapons with careful selection of warheads was ensured so that there will be no collateral damage. The point of impact in each of the target was a specific building or a group of buildings. All the targets were neutralized with clinical efficiency, and the results reiterate the professionalism of the Indian Armed Forces in the planning and execution of their operations. No military establishments were targeted. India has demonstrated considerable restraint in its response. However, it must be said that the Indian Armed Forces are fully prepared to respond to Pakistani misadventures, if any, that will escalate the situation. Jai Hind and thank you very much. രാവിലെ നമ്മൾ ഇന്ത്യക്കാർക്ക് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും കൂടി എങ്ങനെയാണ് ഈ ഒരു ദൗത്യം അവർ കംപ്ലീറ്റ് ചെയ്തത്, എത്ര പ്രിസൈസ്ലിയാണ് അവർ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വിത്ത് ഗ്രാഫ്, ആ ഒരു മൊത്തം ബാക്ക്ഗ്രൗണ്ടിൽ അവർ കാണിക്കുന്നുണ്ട്, സാറ്റലൈറ്റ് പിക്ചേഴ്സ് അടക്കം. ആ പ്രിസൈസ്ലി എങ്ങനെ പെർഫെക്ഷൻ എന്താണ് ഇന്ത്യയുടെ എന്നുള്ളത്. വാട്ട് ഈസ് ഇന്ത്യൻ ആർമി, ഓക്കെ, നേവി, എയർഫോഴ്സ് ആൻഡ് ആർമി മൂന്നും കൂടിയും കമ്പൈൻഡ് ഓപ്പറേഷൻ എത്ര പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ അവരെ വെള്ളം കൂടി മുട്ടിച്ചു, അതിൽ തന്നെ അവിടെ വിഷയം തുടങ്ങി. പിന്നെ നമ്മളിവിടെ മോഡലിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒറിജിനൽ സാധനം അടിച്ച്. ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഭാഗത്തുനിന്ന് ഇന്ത്യ പിന്മാറിയാൽ പാകിസ്ഥാനും പിന്മാറുന്നതാണ് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ മീഡിയാസ് ബ്രേക്ക് ചെയ്യുന്നത്. പിന്മാറിയാൽ നല്ലത്, അല്ലാതെ ചൈന കൊടുത്തൊരു ടോയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും പൊട്ടിച്ച് താഴെട്ടിട്ടുണ്ട് ആർമി. അതുകൊണ്ട് ഇനി അധികം ഇങ്ങോട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നല്ല മാന്ത് വരും എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇപ്പം ഇങ്ങനൊരു നീക്കമായിട്ട് ഇവന്മാർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനിടയിൽ കുറേ ചാനൽസിൽ ഈ ഓപ്പറേഷൻ എങ്ങനെ നടന്നു, അപ്പോൾ അവർ ബ്രീഫ് ചെയ്ത സമയത്തും സ്ഥലങ്ങളും ടൈമും ഒക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഒരു മെത്തേഡ് ആൻഡ് പാറ്റേൺ പലരും പറയുന്നത് നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ് അവിടെ പോയി അവിടെ പൊളിച്ച് തകർത്ത് തിരിച്ചു പോകുന്നു, സിനിമയിലൊക്കെ കാണുന്നൊരു സ്കീം. പക്ഷെ അതെനിക്ക് അത്രത്തോളം അങ്ങനെ ആവാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മുടെ ഭാഗത്തുനിന്നൊരു കാഷ്വാലിറ്റീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല,
ഒരു രീതിയിലുള്ള ലോസും നമ്മളെ ഭാഗത്തു നിന്ന് എവിടെയും നമ്മളെ മീഡിയാസോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ബൗണ്ടറീസിലും നമ്മളെ ലിമിറ്റ്സിലും, കാരണം നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, നമ്മളതിനുള്ള ടെക്നോളജി ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്ത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പെൽഗാം കഴിഞ്ഞിട്ട് 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ്. ഇന്ന് തട്ടിയവരുടെ പരിപാടി നാളത്തേക്ക് തീർക്കാൻ പോലും അവർക്ക് ബാക്കിയില്ലാത്ത രീതിയിൽ നമ്മൾ അടിച്ചു താർത്ത്. ഇത്രയും ദിവസം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ വെള്ളം കൂടി മുട്ടിച്ച് അവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി ഗവൺമെൻറ്റിനെ അവിടെ പ്രഷറാക്കി. ഇപ്പുറത്ത് നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു ആര് എപ്പോൾ എവിടെ എങ്ങനെ അടിക്കണം എന്നുള്ളത്. അപ്പം അത് ഇപ്പോൾ ഒറ്റയടിക്ക് പോയിട്ട് അടിച്ചിട്ട് വരാനാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, എയർഫോഴ്സ് ഇവരൊക്കെ ഉപയോഗിച്ച് ലാൻഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് കയറി അടിക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ഇത് നമ്മളെ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത അടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് കാഷ്വാലിറ്റീസ് വരാഞ്ഞത്. അത് മേജർ ജനറൽ ഇന്ദ്രബാലൻ, ഓക്കെ, അർജുൻ്റെ കേസിലൊക്കെ, ഷിരൂർ അർജുൻ്റെ കേസിലൊക്കെ ഈ പേര് നിങ്ങൾ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അങ്ങേര് ന്യൂസ് 18 കൊടുത്ത ബൈറ്റിനകത്ത് ഇതിന് കൃത്യമായൊരു എക്സ്പ്ലനേഷൻ അങ്ങേര് പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായിരിക്കണം നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. We have stuck using air missiles. ഇത് എയർ അറ്റാക്ക് അല്ല. നമ്മുടെ കുറെ TV ചാനൽ റിപ്പോർട്ട്സ് ഉണ്ട് എയർ അറ്റാക്ക് ആണെന്ന്. ദിസ് ഈസ് നോട്ട് എൻ എയർ അറ്റാക്ക്. എയർ അസെറ്റ്സിനെ ഉപയോഗിച്ചിട്ട് പോസിബ്ലി വി ഹാവ് യൂസ്ഡ് മിറാജ്, പോസിബ്ലി വി ഹാവ് യൂസ്ഡ് സം അതർ എയർക്രാഫ്റ്റ്. അതിന്റെ ഉള്ള ബോംബ്സും മിസൈൽസും, പ്രിസിഷൻ ഗൈഡഡ് ബോംബ്സും മിസൈൽസും ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് പറയുന്നതിന്, ദി സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് ഇസ് ഫ്രം ഓൺ സൈഡ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി. I don't think our aircrafts have crossed the border. This has happened by stand-off attack and precision attack. ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ആക്രമണം, ഒപ്പം ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ നാവികസേനയുടെ ആക്രമണം, ഇന്ത്യയുടെ കരയിൽ, ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സൈന്യത്തിന്റെ ആക്രമണം, മൂന്നും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതി വളരെ ആസൂത്രിതമായി പരിഷ്കരിച്ച് നടപ്പാക്കിയെന്നല്ലേ? കറക്റ്റ്. ഇപ്പൊ പാകിസ്ഥാൻ അവരുടെ മിസൈൽ എന്താണ്? അവരുടെ മിസൈലാണ് ടെറർ. അവർക്ക് ടെക്നോളജി ഇല്ല. അവർക്ക് ദേ ആർ എ നേഷൻ വിച്ച് ഹസ് ഗോൺ റോഗ്. അപ്പൊ അവരുടെ മിസൈൽ നമുക്ക് ഒരു ടെറർ പോലെയാണ് ഉപയോഗിക്കുന്നത്. ദേ യൂസ് ടെററിസ്റ്റ് ടു സ്ട്രൈക്ക് ഇന്ത്യ സോയിൽ. അതേപോലെ ഇന്ത്യ ഈസ് നോട്ട് എ ടെററിസ്റ്റ് നേഷൻ. ഇന്ത്യ ഇസ് എ പീസ് ലവിംഗ് നേഷൻ. വി ആർ സ്ട്രക്ക് യൂസിംഗ് ടെക്നോളജി. വി ആർ സ്ട്രക്ക് യൂസിംഗ് വാട്ട് ഈസ് അവർ ഇൻസ്ട്രുമെന്റ് ഓഫ് പവർ. അതാണ് വി ഹാവ് ഗോൺ ഫോർ precision guided bombs and missiles. നമ്മുടെ എയർ സ്പേസിലാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ബട്ട് വി ഹാവ് സ്ട്രൈക്ക് ഡീപ് ആൻഡ് ഹാർഡ്. യെസ്, നേവി കറന്റ്ലി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നേവി വുഡ് ബി ഇൻ ദി അറേബ്യൻ സീ ഔട്ട്സൈഡ്. പാകിസ്ഥാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്, പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ടാവും. അതിന്റെ ഔട്ട്സൈഡ് ദേ ആർ റെഡി ഫോർ എനി ആക്ഷൻ, ഫോർ എസ്കലേഷൻ. എന്ത് എസ്കലേഷൻ ആയാലും വിൽ ബി ഇൻ എ പൊസിഷൻ ടു ടേക്ക് കെയർ. അപ്പൊ നേവിയുടെ ഒരു ബ്ലോക്കേഡ് മാത്രം അവിടെ നടത്തിയിട്ടുണ്ടാവും. Ready for a blockade, may not be exact blockade, but prepared with all sorts of missiles. For Navy, long range missiles in Africa far more powerful. In case Pakistan retaliate cheyanengil, if they use their missiles to strike Indian military targets, definitely will retaliate back. Our message കൊടുക്കാൻ item, അതിന് preparedness item, Navy is അവിടെ നമ്മുടെ Navy റെഡിയാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മളെ ഇന്ദ്രബാലൻ സാർ പറയുന്നുണ്ട്, നമ്മുടെ ബൗണ്ടറീസ് ആൻഡ് ലിമിറ്റ്സിൽ നിന്നിട്ടുള്ള അടിയാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനൊരു ചാൻസ് കൂടുതലാണെന്ന് പറയാൻ കാരണം, നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാതെയാണ് അടിച്ചതെന്നുള്ളത് പറയാൻ കാരണം, കുറച്ച് ദിവസം മുമ്പാണ് നമ്മളെ ആർമി, നമ്മുടെ നേവി, നമ്മുടെ എയർഫോഴ്സ് എല്ലാവരും കമ്പൈൻഡ് ആയിട്ടാണ് വി ആർ പ്രിപ്പയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 പേരും കമ്പൈനായിട്ട് നേവി ഒരു എന്താ പറയുക പ്രൊട്ടക്ഷൻ കൊടുത്തു, അവിടെ സ്റ്റാൻഡ് ചെയ്തു. എന്തെങ്കിലും ഒരു റിട്ടാലിയേഷൻ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അടിക്കുന്നുള്ള രീതിക്ക് നിന്നു. ഗ്രൗണ്ടിലും എയറിലും നമ്മുടെ ബൗണ്ടറിയിൽ നമ്മുടെ ലിമിറ്റ്സിൽ നിന്നിട്ട് നമുക്ക് ഇവർ ചെയ്യണ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി കയറേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഇന്ത്യൻ്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. മറ്റവരെ മാതിരി അന്തമിട്ട പരിപാടിയല്ല നമ്മളത്. നമ്മൾ ഇവിടെ നിന്ന് പ്രിസൈസ്ലി എണ്ണം പറഞ്ഞ് വെച്ച് കൊടുത്ത് എമ്പാടും കിട്ടിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ പല കഥകളുമായിട്ട് വരും. സിവിലിയൻസ് പോയി, പള്ളി പോയി, മറ്റേത് പോയി, മറിച്ചത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ പെങ്ങന്മാരുടെ സിന്ദൂരം കളയാൻ നോക്കിയവരുടെ തലേൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടാണ് തിരിച്ചു പോന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഭയങ്കര പ്രൗഡ്, ഭയങ്കര എന്താ പറയുക, ഒരു
ഞാൻ നേരത്തെ പറഞ്ഞു ഗൂഡ്സ് ബം മൂമെൻറ്റ്സ് ആണ് മൊത്തത്തിൽ. രാജ്യസ്നേഹമാണോ അതോ എന്താണെന്നറിയില്ല. ആസ് എ പ്രൗഡ് ഇന്ത്യൻ അതിൻ്റെയൊക്കെ മുകളിൽ, രാജ്യസ്നേഹത്തിൻ്റെ മുകളിൽ ഒരു തരം ഒരു റിവെഞ്ച് അല്ലടി, ഒരു തരം സാറ്റിസ്ഫൈങ് മൂമെൻ്റ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളെ കുടുംബത്തിൽ കയറി കളിച്ചവനെ നമ്മൾ തീർത്ത് കളഞ്ഞുള്ള ഒരു സമാധാനം. അതിനിപ്പോൾ എന്താ പറയുക, അതിന് വാക്കുകളില്ല. അതാണ് ലിറ്ററലി ഇപ്പോൾ എനിക്കൊക്കെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ഇന്ന് മോക്ക് ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ ഗവൺമെൻറ് കണ്ടീഷൻസ്, ഗവൺമെൻറ് അവയർനെസ് സാധനങ്ങളൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതൊക്കെ മാക്സിമം എല്ലാവരും ആ ലിമിറ്റ്സിൽ നിന്ന് കീപ്പ് ചെയ്ത്, കാരണം വി ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ, എത്ര റിട്ടാലിയേഷൻ വരില്ല എന്ന് പറഞ്ഞാലും മേ ബി പറയാൻ പറ്റില്ല. നമ്മൾ ഏത് സിറ്റുവേഷനും നമ്മൾ റെഡി ആവണം. അതിന് നമ്മൾ റെഡിയാക്കുക എന്നുള്ളത് ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരുന്ന കാര്യമാണ്. സോ അതിൻ്റെ ഒപ്പം നിൽക്കുക, സഹകരിക്കുക. ഓക്കെ, വി ആർ വൺ നേഷൻ ഇന്ത്യ.